വെരി ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് PYQ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ 10 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇടുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, MS Word is type of operating system, system software, application software, utility software. ഇങ്ങനെ 4 ഓപ്ഷൻസുകളായിരുന്നു, 4 ഓപ്ഷൻസ് ആയിരുന്നു. അതിൻ്റെ ആൻസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ്. MS Word ഈസ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒന്നാമത്തെ ആൻസർ അതാണ്. 2, which of the following word processor come first? ഉത്തരം ആൻസർ ബി ആണ്, വേഡ് സ്റ്റാർ ആണ് ഉത്തരം. നെക്സ്റ്റ്, which of the following is used as word processor in Linux operating system? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഡി ആണ്, റൈറ്റർ. നെക്സ്റ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വേഡ് പ്രോസസ്സർ. ഉത്തരങ്ങൾ: ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് പ്രിൻ്റ് ടെക്സ്റ്റുവൽ മാറ്റേഴ്സ് ഈസിലി. രണ്ടാമത്തേത്, ഇറ്റ് ക്യാൻ ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ ദ ഡോക്യുമെൻറ്റ്. മൂന്നാമത്തേത്, ഇറ്റ് ആൾസോ allows us to display information in the form of a slide show. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ക്യാൻ ഇൻസേർട്ട് ടേബിൾസ്, ചാർട്ട്, പിക്ചേഴ്സ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ എബോവ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്. അത് മൂന്നാമത്തതാണ്, ഡി 3 ഓൺലിയാണ് അവിടുത്തെ ആൻസർ. അതാണ് ഇൻകറക്റ്റായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ഡാഷ് ഓഫ് വേഡ് വിൻഡോ. ഉത്തരം ടോപ്പ് ലെഫ്റ്റ് കോർണർ. നമ്മുടെ വിൻഡോയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കോർണറിലായിട്ടാണ് ഈ പറയുന്ന പോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യേണ്ടത് അൺഡു, അതുപോലെ തന്നെ റീഡും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് അവിടെ ഇടാനായിട്ട് കഴിയുന്ന ഒരു ലൊക്കേഷൻ എവിടെയാണ് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ളത്. വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മുകളിൽ ഹോം കീ ഒക്കെ ഉള്ളതിൻ്റെ തൊട്ട് മുകളിൽ. നെക്സ്റ്റ്, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കമാൻഡ് യൂസ്ഡ് ടു സേവ് ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഫോൾഡർ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. ഓപ്ഷൻ ബി സേവാസ് ആണ്. നെക്സ്റ്റ്, മാക്സിമം സൂം സൈസ് ഇൻ MS Word 2007 എന്ന് പറയും. നമുക്ക് ഒരുപക്ഷെ നമ്മൾ പരിശീലിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 500% വരെയാണ് നമുക്ക് സൂം സൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഉത്തരം എത്രയാണ്? ഡി 500%. നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, among the following option which one is used for correcting spelling mistakes? ഓട്ടോ കറക്റ്റ് ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഓട്ടോ കറക്റ്റ് ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റിബൺ ഇൻ MS Word 2007 ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരും. എവിടെയാണ്? ഹോമിലാണ് അല്ലേ? ഹോം, ഇൻസെർട്ട് അങ്ങനെയുണ്ട്, പേജ് ലേഔട്ട് അങ്ങനെയുണ്ട്. അതിൽ ഹോമിനകത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഫോണ്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നത്. ക്ലിയർ? ശരി. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിസ്റ്റ് വേർഡ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ സി ആണ്, ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടണിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സിറ്റ് വേർഡ് ബട്ടൺ ലൊക്കേറ്റ് ചെയ്യുന്നത്.
ഓക്കെ. ഓഫീസിൽ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കോർണർ തന്നെയാണ്, അവിടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ അവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളൊരു പക്ഷേ വേടല്ലേ, നമുക്കിതൊക്കെ അറിയാമെന്നുള്ളത് ഉണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരും. ആ ശ്രദ്ധിക്കാത്തതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വായിക്കുക, എല്ലാവരും ഇതെന്ത് ചെയ്യുക, ആൻസർ ഒന്ന് പഠിച്ച് വെക്കുക. ഉദാഹരണത്തിന് ഈ ഏഴാമത്തെ ക്വസ്റ്റ്യനായ മാക്സിമം സൂം സൈസ് ഇൻ MS വേർഡ് 2007 എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം. അതായിരിക്കും നമ്മുടെ ഒരു മാർക്ക്. നമ്മുടെ ലൈഫിനെ നിശ്ചയിക്കുന്ന, നമ്മൾ ഈ പറയുമ്പോൾ തന്നെ കട്ട് ഓഫ് മാർക്കിന് അകത്ത് വരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും. എത്രയാണോ ആൻസർ? 500% ആണ്. 500% ആണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ആൻസറുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയറായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.